الله أكبر الله أكبر الله أكبر أكبر. أشهد أن لا إله إلا الله. أشهد أن لا أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله.
أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് ഞാൻ ഹസ്രത്ത് ആമിർ ബിൻ ഫുവൈറയുടെ വിവരണമാണ് നടത്തുന്നത്. ചരിത്രത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് സുദീർഘമായ വിവരണമാണുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ ചില സുപ്രധാന സംഭവങ്ങളിലും ഇദ്ദേഹത്തിന്റെ പങ്കുണ്ട്. അതിന്റെ ഭാഗമാകാനുള്ള തൗഫീക്ക് ഇദ്ദേഹത്തിന് ലഭിച്ചു. ആ സംഭവങ്ങൾ ഏത് രീതിയിലുള്ളതാണെന്നാൽ അത് വിശദീകരിക്കേണ്ടത് നിർബന്ധമാണ്. ഇദ്ദേഹത്തിന്റെ വംശനാമം അബൂ അമർ എന്നായിരുന്നു. അബൂ അസദ് ഗോത്രവുമായിട്ടായിരുന്നു ബന്ധം. ഹദ്റത്ത് ആയിഷയുടെ അഖ്യാഫി സഹോദരൻ തുഫേൽ ബിൻ അബ്ദുള്ള ബിൻ സഖ്ബറയുടെ അടിമയായിരുന്നു. അഖ്യാഫി സഹോദരൻ എന്ന് പറയുന്നത് മാതാവിന്റെ ഭാഗത്തു നിന്നുള്ള സഹോദരനെയാണ്. ഉപ്പ മറ്റൊരാളായിരുന്നു. ഇസ്ലാം സ്വീകരിച്ച തുടക്കക്കാരിൽ ഉൾപ്പെട്ടിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറെ അർഹമിൽ പോകുന്നതിന് മുൻപ് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആടുകളെ മേയ്ക്കുമായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവിശ്വാസികളിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇദ്ദേഹത്തെ വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രനാക്കി. മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്യുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഹദ്റത്ത് അബൂബക്കറും സൗർ ഗുഹയിലായിരുന്നപ്പോൾ ഇദ്ദേഹം ഹദ്റത്ത് അബൂബക്കറിന്റെ ആടുകളെ മേയ്ക്കുമായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ആടുകളെ തന്റെ അടുക്കിലേക്ക് കൊണ്ടുവരണമെന്ന്. ഇദ്ദേഹം ദിവസം മുഴുവൻ ആടുകളെ മേയ്ക്കുകയും വൈകിട്ട് ആടുകളെ സൗർ ഗുഹയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഹദ്റത്ത് അബൂബക്കറും ചേർന്ന് ആടുകളുടെ പാൽ കറന്നെടുക്കുമായിരുന്നു. അബ്ദുള്ള ബിൻ അബീബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും അബൂബക്കറിന്റെയും അടുക്കലേക്ക് പോകുമ്പോൾ ആമിർ ബിൻ ഫുഹൈർ അദ്ദേഹത്തിന്റെ പിറകെ പോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ കാലടയാളങ്ങൾ മായ്ക്കുന്നതിനു വേണ്ടി. ഹദ്റത്ത് അബൂബക്കറിന്റെ മകൻ എവിടെയാണ് പോകുന്നത് എന്ന് അറിയാതിരിക്കാൻ വേണ്ടി, അവിശ്വാസികൾക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അബൂബക്കറും സൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങി മദീനയിലേക്ക് പോകുന്ന സമയത്ത് ഹദ്റത്ത് ആമിർ ബിൻ ഫുഹൈറയും ഇവരോടൊപ്പം ഹിജ്റത്ത് ചെയ്തു. ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹത്തെ തന്റെ പിറകിൽ ഇരുത്തിയിരുന്നു. ആ സമയം ഇവർക്ക് വഴി കാണിച്ചിരുന്നത് ബനു അത്തീഖിലെ ഒരു മുശ്രിക്കായ വ്യക്തിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്തിന് ശേഷം ഹദ്റത്ത് ആമിർ ബിൻ സുഹൈറയ്ക്കും ഹദ്റത്ത് ഹാരിസ് ബിൻ ഔസ് ബിൻ മആസിനും ഇടയിൽ സഹോദര്യ ബന്ധമുണ്ടാക്കി. ഹദ്റത്ത് ആമിർ ബിൻ ഫുഹൈറ ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു. ബൈറെ മൗഊനയുടെ അവസരത്തിൽ 40-ാം വയസ്സിൽ ഷഹീദായി.
ഹദ്റത്ത് അബൂബക്കർ ഹിജ്റത്തിന് മുമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന 7 അടിമകളെ സ്വതന്ത്രരാക്കിയിരുന്നു. അതിൽ ഹദ്റത്ത് ബിലാൽ ഒരാളായിരുന്നു. ആമിർ ബിൻ ഫുവൈറയും അതിൽ ഉൾപ്പെട്ടിരുന്നു. ഹിജ്റത്തിന്റെ സംഭവം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരു ദിവസം ഞങ്ങൾ ഹദ്റത്ത് അബൂബക്കറിന്റെ വീട്ടിൽ കൃത്യം ഉച്ച സമയത്ത് ഇരിക്കുകയായിരുന്നു. ഒരു വ്യക്തി ഹദ്റത്ത് അബൂബക്കറിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ തുണിയിട്ടുകൊണ്ട് വരുന്നുണ്ട്. അവിടുന്ന് സാധാരണ ഞങ്ങളുടെ അടുത്തേക്ക് വരാറുള്ള സമയമായിരുന്നില്ല അത്. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, എന്റെ മാതാവും പിതാവും അങ്ങയിൽ ബലിയായിരിക്കട്ടെ. അല്ലാഹുവാണേ സത്യം, അവിടുന്ന് ഈ സമയത്ത് വരുന്നത് തീർച്ചയായും ഗൗരവമേറിയ ഒരു കാര്യത്തിനായിരിക്കും. അപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുകയും അകത്ത് പ്രവേശിക്കാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്തു. ഹദ്റത്ത് അബൂബക്കർ അനുവാദം നൽകി. അവിടുന്ന് അകത്തേക്ക് പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കറിനോട് പറഞ്ഞു, നിങ്ങളുടെ കൂടെയുള്ളവരെ പുറത്തേക്ക് അയക്കുക. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, അല്ലയോ റസൂലല്ലാഹ്, എന്റെ മാതാവും പിതാവും താങ്കളിൽ ബലിയായിരിക്കട്ടെ. വീട്ടിലുള്ളത് താങ്കളുടെ കുടുംബക്കാർ മാത്രമാണ്, ആയിഷയും അവരുടെ മാതാവ് ഉമ്മെ റുമാനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഹിജ്റത്ത് ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, റസൂലുള്ളാഹ് എന്നെയും കൂടെ കൊണ്ടുപോയാലും. എന്റെ മാതാവും പിതാവും താങ്കളിൽ ബലിയായിരിക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളും എന്റെ കൂടെ വരിക. പിന്നീട് ഹദ്റത്ത് അബൂബക്കർ പറഞ്ഞു, എന്റെ മാതാവും പിതാവും താങ്കളിൽ ബലിയായിരിക്കട്ടെ. ഒരുമിച്ച് പോവുകയാണെങ്കിൽ എന്റെ 2 ഒട്ടകങ്ങളിൽ നിന്നും ഒന്ന് താങ്കൾ എടുത്താലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വിലക്ക് വാങ്ങുന്നതായിരിക്കും. ഹദ്റത്ത് ആയിഷ പറയുന്നു, ഞങ്ങൾ പെട്ടെന്ന് തന്നെ 2 പേരുടെയും സാധനങ്ങൾ തയ്യാറാക്കി അവർക്ക് വേണ്ടി പാഥേയം തയ്യാറാക്കി തൊലിയുടെ സഞ്ചിയിൽ ഇട്ടുകൊടുത്തു. ഹദ്റത്ത് അബൂബക്കറിന്റെ മകൾ ഹദ്റത്ത് അസ്മ തന്റെ നാടയുടെ ഒരു കഷ്ണം മുറിച്ച് സഞ്ചിയുടെ മുകൾ ഭാഗം കിട്ടുകയുണ്ടായി. അതുകൊണ്ട് അവരുടെ പേര് സാത്തു നിതാഖ് എന്ന് പറയുകയുണ്ടായി. പറയുന്നു, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അബൂബക്കറും സൗർ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ എത്തുകയും അവിടെ 3 രാത്രികൾ ഒളിച്ച് കഴിയുകയും ചെയ്തു. ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ അബൂബക്കർ 2 പേരുടെയും അടുത്തുപോയി രാത്രി കഴിയുമായിരുന്നു. ആ സമയം അദ്ദേഹം ബുദ്ധിമാനായ ഒരു യുവാവായിരുന്നു, നല്ല ബോധമുള്ള ആളായിരുന്നു. ഇരുട്ടത്ത് തന്നെ തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു. രാവിലെ ഇരുട്ടത്ത് തന്നെ തിരിച്ചു വരികയും മക്കയിൽ ഖുറൈശികൾക്കൊപ്പം തന്നെ രാത്രി അവിടെ കഴിച്ചുകൂട്ടിയതുപോലെ രാവിലെ എഴുന്നേൽക്കുമായിരുന്നു. അവിശ്വാസികളുടെ തന്ത്രങ്ങൾ എന്താണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി രാത്രിയാകുമ്പോൾ ഗുഹയിൽ ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പകൽ മുഴുവൻ മക്കയിൽ നിന്നുകൊണ്ട് കുഫാരിങ്ങളുടെ തന്ത്രം മനസ്സിലാക്കി രാത്രി അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹദ്റത്ത് അബൂബക്കറിന്റെ അടിമ ആമിർ ബിൻ ഫുഹൈറ ആടുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു കോലാടുമായി അവരുടെ അടുത്തുപോയി മേയ്ക്കുകയും ഇശായുടെ സമയം കുറച്ചു കഴിഞ്ഞാൽ ആ ആടുകളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും 2 പേരും പാൽ കുടിച്ച് രാത്രി കഴിച്ചുകൂട്ടുകയും ചെയ്യുമായിരുന്നു. ഈ പാൽ കോലാടിന്റെ പാലായിരുന്നു. ഹദ്റത്ത് ആമിർ ബിൻ ഫുവൈറ രാത്രിയുടെ അവസാന സമയം ആടിൻ കൂട്ടത്തിലേക്ക് പോവുകയും ആടുകളെ വിളിക്കുകയും ചെയ്യുമായിരുന്നു. 3 രാത്രികൾ ഇപ്രകാരം തന്നെ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കർ ബനൂദീൻ ഗോത്രത്തിലെ ഒരു വ്യക്തിയെ വഴി പറയുന്നതിന് വേണ്ടി കൂലിക്ക് വെച്ചിരുന്നു. അവൻ ബനു അസദ് ബിൻ അദിയിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. വഴി കാണിക്കുന്ന കാര്യത്തിൽ പ്രഗത്ഭനായിരുന്നു. ആ വ്യക്തി ആസ് ബിൻ വായിൽ വംശവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നതിന് മുൻകൈയെടുത്തിരുന്നു. ആ വ്യക്തി ഖുറൈശികളിലെ അവിശ്വാസികളുടെ മതത്തിലായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഹസ്രത്ത് അബൂബക്കറും ആ വ്യക്തിയിൽ വിശ്വാസമർപ്പിച്ചു. ആ വ്യക്തി കാഫിറും ഖുറൈശികളിൽ വളർന്നു വന്ന ആളായിരുന്നിട്ടുകൂടി അവിടുന്ന് ആ വ്യക്തിയിൽ വിശ്വസിച്ചു. യാത്രയ്ക്കുള്ള ഒട്ടകത്തെ ആ വ്യക്തിയെ ഏൽപ്പിച്ചു. 3 ദിവസത്തിന് ശേഷം രാവിലെ അവരുടെ ഒട്ടകവുമായി സൗർ ഗുഹയിൽ വരാൻ ധാരണയുണ്ടാക്കി. ആമിർ ബിൻ ഫുവൈറയും വഴികാട്ടിയും ഇവരോടൊപ്പം സഞ്ചരിച്ചു. ആ വഴികാട്ടി ഈ 3 പേരെയും സമുദ്രതീരത്തുള്ള വഴിയിലൂടെ കൊണ്ടുപോയി. ഇത് ബുഖാരിയിലുള്ള റിവായത്താണ്. സുറാഖ ബിൻ മാലിക് ബിൻ ജോഷം പറയുന്നു, ഞങ്ങളുടെ അടുത്തേക്ക് ഖുറൈശികളുടെ സന്ദേശവാഹകൻ വന്നു. ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും അബൂബക്കറിനെയും വധിക്കുകയോ അല്ലെങ്കിൽ ബന്ധനസ്ഥനാക്കുകയോ ചെയ്യുന്നവർക്കുള്ള ഉപഹാരത്തെക്കുറിച്ച് പറഞ്ഞു. ആ സമയം ഞാൻ എന്റെ ഗോത്രമായ ബനു മത്ലജിലെ ഒരാൾക്കൂട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. അവരിൽ നിന്നും ഒരു വ്യക്തി മുന്നിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എങ്ങനെ പിടിക്കണമെന്നും വധിക്കണമെന്നുമുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പറയുന്നു, ഈ കാര്യം തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ഞങ്ങളുടെ അടുത്തു വന്നു. ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. പറഞ്ഞു, സുറാക്ക, ഞാൻ സമുദ്രത്തിന്റെ തീരത്ത് ചില നിഴലുകൾ കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂട്ടാളികളുമാണെന്നാണ്. സുറാക്ക പറയുന്നു, ഇതവർ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഞാൻ അവനോട് പറഞ്ഞു, ഇത് തീർച്ചയായും അവരെല്ലാം, മറിച്ച് ഞങ്ങളുടെ മുന്നിലൂടെ പോയ ഇന്ന വ്യക്തികളാണ്. അവരുടെ വാക്കുകളെ ഞാൻ നിരാകരിച്ചു. പിന്നെയും ഞാൻ അവരുടെ കൂട്ടത്തിൽ തന്നെ കുറച്ചുനേരം തങ്ങി. ആ സമയം ഇക്കൂട്ടർ അവരെ പിന്തുടർന്ന് സമ്മാനത്തിനുള്ള അർഹരായി തീരരുത് എന്ന അത്യാഗ്രഹവും സുറാഖക്കുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഞാൻ അതിനെ നിഷേധിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ എന്റെ അടിമയോട് പറഞ്ഞു, എന്റെ കുതിരയെ പുറത്തെടുക്കുക, പിറകിലുള്ള ആ ചെറിയ മൺകൂനയ്ക്ക് പിന്നിലായി കുതിരയെ നിർത്തുക. എന്നിട്ട് ഞാൻ എന്റെ കുന്തവുമായി വീടിന്റെ പുറകിലൂടെ പോയി. ഞാൻ കുന്തമുന മണ്ണിൽ വെച്ച് അതിന്റെ മുകൾ ഭാഗം താഴേക്ക് കൊണ്ടുവന്നു. ആ രീതിയിൽ കുതിരയുടെ അടുത്തെത്തി അതിൽ യാത്ര ചെയ്തു. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നതിന് വേണ്ടി കുന്തത്തെ സഹായകമായി ഉപയോഗിക്കുകയും അതിൽ യാത്ര ചെയ്യുകയും ചെയ്തു. അദ്ദേഹം സംഭവം വിവരിക്കുന്നു. ഞാൻ കുതിരയ്ക്ക് ധൈര്യം നൽകി അതിനെ വേഗത്തിൽ ഓടിപ്പിച്ചു. അത് വേഗതയിൽ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്തെത്തിച്ചു. അവിടെ എത്തിയപ്പോൾ എന്റെ കുതിര മലക്കം മറിയുകയും ഞാൻ താഴെ വീഴുകയും ചെയ്തു. പിന്നീട് ഞാൻ എഴുന്നേറ്റു എന്റെ അമ്പെടുത്തുകൊണ്ട് ശകുനം നോക്കുകയുണ്ടായി. എനിക്കവരെ ഉപദ്രവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്, അതായത് അവരെ വധിക്കുകയോ അല്ലെങ്കിൽ പിടിക്കുകയോ ചെയ്യുക എന്ന ഉദ്ദേശം പൂർത്തിയാകുമോ എന്ന കാര്യം. എന്നാൽ ശകുനം കാണിച്ചത് ഞാൻ ഇഷ്ടപ്പെടാത്തതായിരുന്നു, അതായത് എനിക്കവരെ പിടിക്കാൻ സാധിക്കില്ല എന്നത്. പറയുന്നു, ഞാൻ വീണ്ടും എന്റെ കുതിരയിൽ യാത്രയായി. ശകുനം പറഞ്ഞതിനെതിരായി പ്രവർത്തിച്ചു. കുതിര എന്നെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കലെത്തിച്ചു. എത്രത്തോളമെന്നാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കുകയുണ്ടായി. അവിടുന്ന് പരിസരം നോക്കുന്നുണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കൂടുതലായി പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. എന്റെ കുതിരയുടെ മുൻകാലുകൾ മണ്ണിൽ താഴ്ന്നിറങ്ങി. ഞാൻ താഴെ വീണു. പിന്നെ ഞാൻ കുതിരയെ ചീത്ത പറഞ്ഞു. എന്നാൽ അതിന് അതിന്റെ കാലുകൾ മണ്ണിൽ നിന്ന് എടുക്കുവാൻ സാധിച്ചില്ല. അവസാനം അത് കൂടുതൽ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നേരെ നിന്നപ്പോൾ അതിന്റെ കാലുകളിൽ നിന്നും പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ പടരുകയുണ്ടായി. അതായത് കാലുകൾ പുറത്തെടുക്കുന്നതിന് വേണ്ടി ശക്തി ഉപയോഗിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ വ്യാപിക്കുകയുണ്ടായി. പറയുന്നു, വീണ്ടും ഞാൻ അമ്പുകൊണ്ട് ശകുനം നോക്കിയപ്പോൾ ഞാൻ ഇഷ്ടപ്പെടാത്തത് തന്നെ പ്രകടമായി. അതായത്
എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിടിക്കാൻ സാധിക്കില്ല എന്ന കാര്യം. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സുരക്ഷയിലാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ സുരക്ഷയിലാണ്. അവർ നിന്നു. അതായത് എനിക്കിനി തെറ്റായ രീതിയിലുള്ള ഒരു ഉദ്ദേശവുമില്ല. പറയുന്നു, ഞാൻ എന്റെ കുതിരയിൽ യാത്ര ചെയ്ത് അവരുടെ അടുത്തെത്തി. എന്റെ ഉദ്ദേശം ശരിയായപ്പോൾ കുതിര ശരിയാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ എത്തുകയും ചെയ്തു. അല്ലെങ്കിൽ അവർ കുറച്ച് പിറകോട്ട് വരികയും അവിടെ നിൽക്കുകയും ചെയ്തു. പറയുന്നു, അവരിലേക്ക് എത്താനുണ്ടായിരുന്ന ആ തടസ്സങ്ങൾ കണ്ടുകൊണ്ട് എന്റെ മനസ്സ് പറഞ്ഞു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിജയം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പറഞ്ഞു, താങ്കളുടെ സമൂഹം താങ്കൾക്ക് വേണ്ടി ദിയ്യത്ത് നിശ്ചയിച്ചിരിക്കുന്നു. ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന എല്ലാ തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു പറഞ്ഞുകൊടുത്തു. ഞാൻ അവർക്ക് യാത്രക്കാവശ്യമായ സാധനങ്ങൾ നൽകി. ഞാൻ പറഞ്ഞു, നിങ്ങൾ യാത്ര പോവുകയാണ്, ഭക്ഷണാവശ്യത്തിന് കുറച്ച് സാധനങ്ങളാണിവ. എന്നാൽ അവർ അത് വാങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഷേധിച്ചു. എന്ന് മാത്രമല്ല, എന്നോട് ഒരു കാര്യവും ആവശ്യപ്പെട്ടില്ല ഇതൊഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങളുടെ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നീ രഹസ്യമാക്കി വെക്കണം. ഏത് വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ആരോടും പറയരുത്. പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അപേക്ഷിച്ചു, എനിക്ക് വേണ്ടി സമാധാനത്തിന്റെ ഒരു ഉടമ്പടി എഴുതിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിർ ബിൻ ഫുവൈറയോട് പറഞ്ഞു, നബിയുടെ കൂടെ യാത്ര ചെയ്തിരുന്ന ആ സ്വതന്ത്രനായ അടിമയോട് പറഞ്ഞു, എഴുതി കൊടുക്കുക. തോലിന്റെ ഒരു കഷണത്തിൽ എഴുതി നൽകുകയുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നും യാത്രയായി. ഇബ്നു ഹിഷാമിന്റെ നിവേദനമുണ്ട്, ഉർവ ബിൻ സുബൈർ എന്നോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ സുബൈറിനെ കണ്ടുമുട്ടി. അദ്ദേഹം മുസ്ലിങ്ങളുടെ ഒരു സംഘത്തോടൊപ്പം ഷാമിൽ ഒരു കച്ചവടം നടത്തി തിരിച്ചു വരികയായിരുന്നു. ഹദ്റത്ത് സുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കും ഹദ്റത്ത് അബൂബക്കറിനും വെള്ള വസ്ത്രം ധരിപ്പിച്ചു. മദീനയിൽ ഉള്ള മുസ്ലിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിൽ നിന്നും പുറപ്പെട്ട കാര്യം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് അവർ എല്ലാ ദിവസവും രാവിലെ ഹറം മൈതാനത്തിലേക്ക് പോകുമായിരുന്നു. അവിടെ കാത്തിരിക്കുമായിരുന്നു. എത്രത്തോളമെന്നാൽ ഉച്ചവെയിൽ അവരെ തിരിച്ചയക്കുമായിരുന്നു. അതായത് ഉച്ചവരെ കാത്തിരിക്കുമായിരുന്നു. എന്നാൽ സൂര്യന്റെ ചൂട് കൂടുന്നത് കാരണം അവർ തിരിച്ചു പോകുമായിരുന്നു. ഈ കാത്തിരിപ്പിൽ എപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയത്? പറയുന്നു, ഒരു ദിവസം ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു യഹൂദി തന്റെ വീടിന്റെ മുകളിൽ കയറിയപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും കണ്ടു. മരീചിക പതുക്കെ അവരിൽ നിന്നും മാറുന്നുണ്ടായിരുന്നു. അതായത് പതുക്കെ പതുക്കെ അവരുടെ രൂപം വ്യക്തമായി തുടങ്ങി. യഹൂദിക്ക് തന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞു, മദീന വാസികളോട്, എല്ലയോ അറബ് വാസികളെ, നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ നേതാവിത എത്തിയിരിക്കുന്നു. ആ വ്യക്തിക്ക് അറിയാമായിരുന്നു മുസ്ലിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി കാത്തിരിക്കുന്ന കാര്യം. ഇത് കേട്ട് ഉടനെ തന്നെ മുസ്ലിങ്ങൾ തങ്ങളുടെ ആയുധങ്ങൾ കയ്യിലെടുത്ത് ഹറയുടെ മൈതാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി വലത്തോട്ട് തിരിഞ്ഞ് ബനു ഉമർ ബിൻ ഹൌഫിന്റെ മുഹല്ലയിലെത്തി. ഇതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. റബീഉൽ അവ്വൽ മാസമായിരുന്നു. ഹദ്റത്ത് അബൂബക്കർ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി എഴുന്നേറ്റ് നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കണ്ടിട്ടില്ലായിരുന്ന അൻസാരിങ്ങൾ വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് സലാം പറയാൻ തുടങ്ങി.
എത്രത്തോളമെന്നാൽ വെയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മേൽ പതിക്കാൻ തുടങ്ങി. അതായത് തണൽ മാറി അവിടെ വെയിൽ വരികയായിരുന്നു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്റെ പുതപ്പ് വിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് തണൽ നൽകി. ആ സമയം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ തിരിച്ചറിയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഉമൈർ ബിനു ഹൗഫിന്റെ മുഹല്ലയിൽ 10-ൽ കൂടുതൽ രാത്രികളിൽ തങ്ങി. തഖ്വയിൽ അടിസ്ഥിതമായി ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമസ്കരിച്ചു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒട്ടകത്തിൽ യാത്ര ചെയ്യുകയും ആളുകൾ അദ്ദേഹത്തോടൊപ്പം കാൽനടയാവുകയും ചെയ്തു. ഇന്ന് മസ്ജിദ് നബി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒട്ടകം വന്ന് ഇരിക്കുകയുണ്ടായി. ആ ദിവസങ്ങളിൽ അവിടെ ചില മുസ്ലിങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നു. അത് സഹലിന്റെയും സുഹൈലിന്റെയും ഈന്തപ്പഴം ഉണക്കുന്ന സ്ഥലമായിരുന്നു. ഇതൊരു മൈതാനമായിരുന്നു. 2 യതീം കുട്ടികൾ അവരുടെ ഈന്തപ്പഴങ്ങൾ അവിടെയായിരുന്നു ഉണക്കിയിരുന്നത്. ഹദ്റത്ത് സഅദ് ബിനു സറാറയുടെ സംരക്ഷണത്തിലായിരുന്നു ഈ കുട്ടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഒട്ടകം അദ്ദേഹത്തെ അവിടെ ഇരുത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് നമ്മുടെ വാസസ്ഥലം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 കുട്ടികളെ വിളിപ്പിച്ചു സ്ഥലത്തിന്റെ വില ചോദിച്ചു, പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി. അവർ 2 പേരും പറഞ്ഞു, യാ റസൂലല്ലാഹ്, താങ്കൾക്ക് ഈ ഭൂമി സൗജന്യമായി നൽകുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നും ഈ ഭൂമി സൗജന്യമായി വാങ്ങിയില്ല. പിന്നീട് വില കൊടുത്തു വാങ്ങി പള്ളി നിർമ്മിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്കൊപ്പം ഇഷ്ടിക തിരയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു, ആദൽ ഹിമാലു യാ ഹിമാല ഖൈബർ ആദാ ഹജ്റുൻ റബ്ബുന വത്ഹർ. ഈ ഭാരം ഖൈബറിലെ ഭാരം പോലെയല്ല, ഞങ്ങളുടെ നാഥ, ഈ ഭാരം വളരെ ഉത്തമവും പരിശുദ്ധവുമാണ്. വീണ്ടും പറയുന്നു, അല്ലാഹുമ്മ ഇന്നൽ അജ്റൽ ആഖിറ ഫർഹമുൽ അൻസാറ വൽ മുഹാജിർ. യാ അല്ലാഹ്, യഥാർത്ഥ പ്രതിഫലം പരലോകത്തെ പ്രതിഫലമാണ്. അതുകൊണ്ട് നീ അൻസാരികളിലും മുഹാജിരികളിലും കാരുണ്യം വർഷിക്കണമേ. ഇത് ബുഖാരിയിലെ ഒരു നിവേദനമാണ്. ഹദ്റത്ത് മുസ്ലിമോദ് റളിയല്ലാഹു തആല അൻഹു ഹിജ്റത്തിന്റെ സംഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനെ വ്യത്യസ്തമായ രീതിയിലാണ് വിവരിച്ചിട്ടുള്ളത്. അത് ചെറിയ രീതിയിൽ ഞാൻ വിവരിക്കുകയാണ്. അദ്ദേഹം എഴുതുന്നു, അവസാനം മക്കയിൽ മുസ്ലിങ്ങൾ അവശേഷിച്ചില്ല. ഏതാനും അടിമകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഹദ്റത്ത് അബൂബക്കറും ഹദ്റത്ത് അലിയും മക്കയിൽ ബാക്കിയായി. ഇര ഞങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നു എന്ന് കണ്ട മക്കയിലെ നേതാക്കൾ ഒരുമിച്ച് കൂടുകയും അഭിപ്രായങ്ങൾക്ക് ശേഷം ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വധിക്കുക തന്നെയാണ് ഉത്തമമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്താൽ അദ്ദേഹത്തിന്റെ ഹിജ്റത്തിന്റെ ചരിത്രം പോലെ തന്നെ വധശ്രമത്തിന്റെ ചരിത്രവുമുണ്ടായി. അദ്ദേഹത്തെ വധിക്കുന്നതിനു വേണ്ടി മക്കയിൽ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വീടിന് മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ രാത്രിയുടെ അന്ധകാരത്തിൽ അവിടുന്ന് ഹിജ്റത്തിന്റെ ഉദ്ദേശത്തോടുകൂടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുകയായിരുന്നു. ഒരു ഭാഗത്ത് അവിശ്വാസികൾ ഒരുമിച്ച് കൂടിയപ്പോൾ മറുഭാഗത്ത് അള്ളാഹു വഴി കാണിച്ച് അവിടുന്ന് പുറത്തിറങ്ങുകയുണ്ടായി. മക്കവാസികളുടെ ഉദ്ദേശം എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും മനസ്സിലാക്കിയെന്ന സംശയം അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവിടുന്ന് അവരുടെ മുന്നിലൂടെ കടന്നുപോയപ്പോൾ ഇത് മറ്റൊരു വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കി. അദ്ദേഹത്തെ ആക്രമിക്കുന്നതിനു പകരം അദ്ദേഹത്തിൽ നിന്നും മറഞ്ഞിരിക്കാൻ തുടങ്ങി. ഇത് മറ്റൊരു വ്യക്തിയാണ്. ഈ വ്യക്തി ചെന്നുകൊണ്ട് അവരുടെ ഉദ്ദേശത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ മറഞ്ഞിരിക്കാൻ തുടങ്ങി. എഴുതുന്നു, ഈ രാത്രിയുടെ മുമ്പുള്ള ദിവസത്തിൽ തന്നെ ഹദ്റത്ത് അബൂബക്കറിന് ഹിജ്റത്തിനെ കുറിച്ചുള്ള വിവരം നൽകിയിരുന്നു. അവർ 2 പേരും കണ്ടുമുട്ടി. കുറച്ച് സമയത്തിന് ശേഷം 2 പേരും മക്കയിൽ നിന്നും യാത്രയായി. മക്കയിൽ നിന്നും 3-4 മൈൽ അകലെ സൗർ എന്ന് പേരായ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ അഭയം തേടി. മക്കയിലെ ആളുകൾക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നുവെന്ന്. അവർ ഒരു സൈന്യം തയ്യാറാക്കുകയും
അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തു. കാലടയാളം മനസ്സിലാക്കുന്ന ഒരാളെ കൂടെ കൂട്ടുകയും ചെയ്തു. കാലടയാളം നോക്കി അവർ സൗർ ഗുഹ വരെ എത്തുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനൊപ്പം ഒളിച്ചിരുന്ന പർവ്വതത്തിന്റെ മുന്നിൽ എത്തിക്കൊണ്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗുഹയിലുണ്ട്. അതല്ല എങ്കിൽ ആകാശത്തേക്ക് ഉയർന്നുപോയി. ഈ ശബ്ദം കേട്ടപ്പോൾ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിരാശനാവുകയും പതിഞ്ഞ സ്വരത്തിൽ നബിയോട് പറയുകയും ചെയ്തു, ശത്രു അടുത്തെത്തിയിരിക്കുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ അവർ ഈ ഗുഹയിൽ പ്രവേശിക്കുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന. അബൂബക്കർ, ഭയക്കരുത്, ദൈവം നമ്മുടെ രണ്ടുപേരുടെയും കൂടെയുണ്ട്. ഹസ്രത്ത് അബൂബക്കർ മറുപടിയായി പറഞ്ഞു, അല്ലയോ റസൂലുള്ളാഹ്, ഞാൻ എന്റെ ജീവനെക്കുറിച്ചല്ല ഭയപ്പെടുന്നത്. കാരണം ഞാൻ ഒരു സാധാരണക്കാരനാണ്. മരണപ്പെടുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനാണ് മരണപ്പെടുക. അല്ലയോ റസൂലുള്ളാഹ്, താങ്കളുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമാണ് എനിക്കുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തുനിന്നും ദീനും ആത്മീയതയും ഇല്ലാതാകുന്നതാണ്. അവിടുന്ന് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. നമ്മൾ രണ്ടുപേർ മാത്രമല്ല, മൂന്നാമതായി ദൈവവും നമ്മുടെ കൂടെയുണ്ട്. കാരണം ഇസ്ലാമിന്റെ അഭിവൃദ്ധിയുടെയും പുരോഗതിയുടെയും സമയം വന്നിരിക്കുന്നു. അള്ളാഹു മക്കക്കാർക്ക് നൽകിയ അവധി അവസാനിച്ചിരിക്കുന്നു. അള്ളാഹു മക്കക്കാരുടെ കണ്ണുകളിൽ മറയിട്ടു. അവർ അടയാളം നോക്കിയ വ്യക്തിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്ര തുറന്ന സ്ഥലത്താണോ അവർ അഭയം തേടിയത്? ഇത് ഒരു അഭയസ്ഥാനമാണോ? ഇവിടെ പാമ്പുകളും തേളുകളുമുണ്ട്. ബുദ്ധിയുള്ള ഒരു വ്യക്തി ഇവിടെ അഭയം തേടുകയില്ല. ഗുഹയിലേക്ക് കുനിഞ്ഞു നോക്കുന്നതിന് പകരം ആ വ്യക്തിയെ പരിഹസിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോയി. 2 ദിവസം ഈ ഗുഹയിൽ കാത്തിരുന്നതിന് ശേഷം മുൻപ് തീരുമാനിച്ചതുപോലെ രാത്രി ഗുഹയ്ക്കടുത്ത് ഒട്ടകത്തെ കൊണ്ടുവരികയും 2 വേഗതയുള്ള ഒട്ടകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും അനുയായികളും യാത്രയായി. ഒരൊട്ടകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും വഴികാട്ടിയും മറ്റൊരൊട്ടകത്തിൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ ആമിർ ബിൻ ഫുഹൈറയും യാത്രയായി. മദീനയിലേക്ക് യാത്രയാകുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുഖം മക്കയിലേക്ക് തിരിച്ചു. അവിടുന്ന് നിയോഗിതനായ ആ പരിശുദ്ധ പട്ടണം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള അദ്ദേഹത്തിന്റെ പൂർവ്വപിതാക്കൾ ജീവിച്ച സ്ഥലം, ആ പട്ടണത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അല്ലയോ മക്ക പട്ടണമേ, നീ എനിക്ക് എല്ലാ സ്ഥലങ്ങളെക്കാൾ പ്രിയപ്പെട്ടതാണ്. എന്നാൽ നിന്റെ ആളുകൾ എന്നെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ആ സമയം ഹസ്രത്ത് അബൂബക്കർ വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞു, ഇക്കൂട്ടർ തങ്ങളുടെ പ്രവാചകനെ പുറത്താക്കിയിരിക്കുന്നു. ഇനി ഇവർ തീർച്ചയായും നശിക്കുന്നതാണ്. മക്കാവാസികൾക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ വിളംബരം നടത്തുകയുണ്ടായി. ആരാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും ഹസ്രത്ത് അബൂബക്കറിനെയും ജീവനോടുകൂടിയോ വധിച്ചിട്ടോ തിരിച്ചു കൊണ്ടുവരുന്നത്, ആ വ്യക്തിക്ക് 100 ഒട്ടകങ്ങൾ പാരിതോഷികം നൽകുന്നതാണ്. ഈ സന്ദേശം മക്കയ്ക്ക് ചുറ്റുമുള്ള ഗോത്രങ്ങളിലും എത്തിച്ചു. ബദവി തലവനായ ഒരു വ്യക്തി സമ്മാനം മോഹിച്ചുകൊണ്ട് 2 പേരെയും തേടി പുറപ്പെട്ടു. ഒടുവിൽ മദീനയിലേക്കുള്ള വഴിയിൽ അവരെ കണ്ടെത്തുകയും ചെയ്തു. ആളുകൾ കയറിയ 2 ഒട്ടകങ്ങളെ കണ്ടപ്പോൾ അത് തിരുനബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറുമാണെന്ന് മനസ്സിലാക്കി തന്റെ കുതിരയെ അവർക്ക് പിന്നിലായി ഓടിക്കുകയും ചെയ്തു. എന്നാൽ വഴിയിൽ കുതിര മുട്ടുകുത്തി വീഴുകയും സുറാക്ക അതിൽ നിന്നും വീഴുകയും ചെയ്തു. സുറാക്ക അതിനുശേഷം മുസ്ലിമായി. അദ്ദേഹം തന്റെ സംഭവം ഈ രീതിയിലാണ് വിവരിക്കുന്നത്. ഇതിന്റെ വിശദീകരണം ഞാൻ വിവരിച്ച് കഴിഞ്ഞതാണ്. മുസ്ലിമൂദ് റളിയല്ലാഹു തആല അൻഹു എഴുതുന്നു, ആമിർ ബിൻ ഫുഹൈറ ഉസൂറിന്റെ നിർദ്ദേശമനുസരിച്ച് സമാധാനത്തിന്റെ ഉടമ്പടി എഴുതി സുറാഖക്ക് നൽകി. സുറാഖ തിരിച്ചുപോകാൻ തുടങ്ങുമ്പോൾ സുറാഖയുടെ ഭാവി കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു അദൃശ്യമായി അറിയിച്ചു കൊടുത്തു. ഭാവിയിൽ സുറാഖക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പറഞ്ഞുകൊടുത്തു. അതനുസരിച്ച് അവിടുന്ന് പറഞ്ഞു, സുറാഖ, കിസ്രയുടെ സ്വർണവളകൾ താങ്കളുടെ കൈകളിൽ ഉണ്ടാകുമ്പോൾ താങ്കൾക്ക് എന്തു തോന്നും? ആ പ്രവചനം കേട്ട് അമ്പരന്ന സുറാഖ ചോദിച്ചു, ഏത് കിസ്ര? ഇറാൻ ചക്രവർത്തിയായ ഹർമുസ്ദിന്റെ മകൻ കിസ്രയോ? പ്രവാചകൻ അതെ എന്ന് ഉത്തരമരുളി. 16 17
വർഷം കഴിഞ്ഞപ്പോൾ ഈ പ്രവചനം പ്രത്യക്ഷരം നിറവേറി. സുറാക്ക ബിൻ മാലിക് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് യാത്രയാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ചു. തുടർന്ന് അബൂബക്കറും ഉമറും ഇസ്ലാമിന്റെ ഖലീഫമാരായി. ഇസ്ലാമിന്റെ സ്വാധീനതകൾ കാരണം അസൂയാലുക്കളായി തീർന്ന ഇറാനികൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പ്രചോദിതരായി തീർന്നു. എന്നാൽ അവർ മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്തുന്നതിനു പകരം മുസ്ലിങ്ങളാൽ കീഴ്പ്പെടുത്തപ്പെടുകയാണ് ഉണ്ടായത്. ഇറാനികളാണ് ആക്രമണം തുടങ്ങിയിരുന്നത്. ഇറാന്റെ രാജധാനി മുസ്ലിങ്ങൾ പിടിച്ചടക്കി. രാജധാനിയിലെ മുഴുവൻ നിധികളും അവർക്കധീനമായി. കിസ്ര ചക്രവർത്തി പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം അണിയാറുള്ള സ്വർണവളകളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സുറാക്ക മുസ്ലിമായ ശേഷം താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെയും കൂട്ടുകാരെയും പിടിക്കാൻ ചെന്ന കഥയും താനും നബിയും തമ്മിൽ നടന്ന സംഭാഷണവും വിവരിക്കാറുണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഈ കാര്യം അറിയാമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു, സുറാക്ക, കിസ്രയുടെ വളകൾ താങ്കളുടെ കൈകളിൽ ഉണ്ടാകുമ്പോൾ താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഹദ്റത്ത് ഉമറിന്റെ മുമ്പിൽ ഗനീമത്തുകൾ വെച്ചപ്പോൾ അതിൽ കിസ്രയുടെ വളകൾ കണ്ടു. അപ്പോൾ എല്ലാ ദൃശ്യങ്ങളും ഹദ്റത്ത് ഉമറിന്റെ കൺമുന്നിൽ വരികയുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക് വരേണ്ടി വന്ന ആ നിസ്സഹായ അവസ്ഥ. സുറാഖയുടെയും മറ്റുള്ളവരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിന്തുടരൽ, അദ്ദേഹത്തെ ജീവനോടെയോ വധിച്ചതിന് ശേഷമോ മക്കക്കാരുടെ അടുത്ത് എത്തിച്ചാൽ 100 ഒട്ടകങ്ങളുടെ യജമാനനായി തീരുമെന്നുള്ളത്. ആ സമയം അവിടുന്ന് സുറാഖയോട് പറഞ്ഞത്, സുറാഖ, നിന്റെ കൈകളിൽ കിസ്രയുടെ വളകൾ ഉണ്ടാകുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നത്. എത്ര വലിയ പ്രവചനമായിരുന്നു ഇത്! എത്ര വ്യക്തമായ അദൃശ്യകാര്യമായിരുന്നു! ഹദ്റത്ത് ഉമർ തന്റെ മുന്നിൽ കിസ്രയുടെ വളകൾ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ശക്തിപ്രഭാവം പ്രകടമാകുന്നതായി അദ്ദേഹത്തിന് ദർശിക്കാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞു, സുറാഖയെ വിളിക്കുക. സുറാഖ വിളിക്കപ്പെട്ടു. ഹദ്റത്ത് ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു, കിസ്രയുടെ വളകൾ തന്റെ കൈകളിൽ അണിയുക. സുറാഖ പറഞ്ഞു, അല്ലയോ അള്ളാഹുവിന്റെ ഖലീഫ, സ്വർണം ധരിക്കുക മുസ്ലിങ്ങൾക്ക് നിരോധിക്കപ്പെട്ടതാണ്. ഹദ്റത്ത് ഉമർ പറഞ്ഞു, ശരി, പുരുഷന്മാർക്ക് നിരോധിക്കപ്പെട്ടതാണ്. എന്നാൽ ഈ അവസരത്തിലല്ല. ഇത് നിരോധിക്കപ്പെട്ട സന്ദർഭമല്ല. അള്ളാഹു തിരുനബിക്ക് താങ്കളുടെ കൈകളിൽ സ്വർണവളകൾ ഉള്ളതായി കാണിച്ചിരുന്നു. അതുകൊണ്ട് താങ്കൾ ഇത് ധരിക്കുക, അല്ലെങ്കിൽ ഞാൻ ശിക്ഷ നൽകുന്നതാണ്. കാരണം ഇപ്പോൾ ഈ പ്രവചനം പൂർത്തിയായിരിക്കുന്നു. അതിന്റെ ബാക്കി ഭാഗം കൂടി താങ്കൾക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. സുറാഖയുടെ സംശയം ശരീഅത്തുമായി ബന്ധപ്പെട്ടത് മാത്രമായിരുന്നു. സുറാഖ സ്വയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനം നേരിൽ കാണാൻ ആഗ്രഹിച്ചിരുന്നു. സുറാഖ സ്വർണവളകൾ തന്റെ കൈകളിൽ അണിയുകയും മുസ്ലിങ്ങൾ ഈ മഹത്തായ പ്രവചനം പൂർത്തിയാകുന്നത് തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദർശിച്ചു. ചില ഗ്രന്ഥങ്ങളിൽ സുറാഖ ബിൻ മാലിക്കിന് കിസ്രയുടെ വളകൾ അണിയുന്നതിനെക്കുറിച്ചുള്ള കാര്യം ഹിജ്റത്തിന്റെ അവസരത്തിൽ ആയിരുന്നില്ല പറഞ്ഞത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ നിന്നും തായിഫിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് ജയ്റാനിൽ വെച്ച് ആണ് എന്നാണ് വിവരിച്ചിരിക്കുന്നത്. എന്നാൽ മുമ്പ് ഞാൻ പറഞ്ഞത് തന്നെയാണ് സാധാരണ കാണുന്ന റിവായത്ത്. അതായത് ഹിജ്റത്തിന്റെ സന്ദർഭത്തിൽ. മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവും ഇത് തന്നെയാണ് പറഞ്ഞത്. ആമിർ ബിൻ ഫുഹൈറ ഹിജ്റത്ത് ചെയ്ത് മദീനയിൽ വന്നപ്പോൾ രോഗിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദുആ ചെയ്തപ്പോൾ രോഗം മാറുകയും ചെയ്തു. ഹദ്റത്ത് ആയിഷ വിവരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തു വന്നപ്പോൾ ചില സഹാബാക്കൾ രോഗിയായി മാറി. ഹദ്റത്ത് അബൂബക്കർ, ആമിർ ബിൻ ഫുഹൈറ, ഹദ്റത്ത് ബിലാൽ. ഹദ്റത്ത് ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് രോഗികളെ സന്ദർശിക്കുന്നതിനുള്ള അനുവാദം ചോദിച്ചു. തിരുമേനി അനുവാദം നൽകുകയും ചെയ്തു. ഹദ്റത്ത് ആയിഷ അബൂബക്കറിനോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയുണ്ട്? അദ്ദേഹം ഈ കവിതയിൽ മറുപടി പറഞ്ഞു, കുല്ലുംറിഇൻ മുസബ്ബഹുൻ ഫി അഹ്ലിഹി വൽ മൗതു അദ്ന മിൻ ശറാക്കി മാലിഹി. ഓരോ വ്യക്തിയും വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുപ്രഭാതം എന്ന് തന്നെയാണ് പറയാറുള്ളത്. മരണമെന്നുള്ളത് അവന്റെ കാൽച്ചുവട്ടിൽ തന്നെയായിരിക്കും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഈ അവസ്ഥയാണ് ഉണ്ടാവുക. മരണം തീർച്ചയായും ഒരു ദിവസം വന്നെത്തുന്നതാണ്. പിന്നീട് ആമിർ ബിൻ ഫുഹൈറയോട് അദ്ദേഹത്തിന്റെ അവസ്ഥ ചോദിച്ചു. അദ്ദേഹം ഈ കവിത ചൊല്ലി, ഇന്നി വജത്തു മൗത ഖബ്ല സൗഖിഹി ഇന്നൽ ജബാന ഹസ്ഫുഹു മിൻ ഫൗഖിഹി. ഞാൻ മരണത്തിന്റെ രുചി അറിയുന്നതിനു മുൻപ് തന്നെ അത് നേടിയിരിക്കുന്നു.
തീർച്ചയായും ഭീരുവിന്റെ മരണം പെട്ടെന്ന് തന്നെ വരുന്നു. അതായത് പോരാളി എല്ലാ സമയവും മരണത്തിനു വേണ്ടി തയ്യാറായിരിക്കും, ഭീരു അതിന് തയ്യാറായിരിക്കുകയില്ല. പിന്നീട് ബിലാലിനോട് അദ്ദേഹത്തിന്റെ അവസ്ഥ ചോദിച്ചു. അദ്ദേഹം ഈ കവിത ചൊല്ലി: യാ ലൈത ശഅരി ഹൽ അബീതൻ ലൈല ബിഫജ്ജിൻ ഹൗലിഹി ഇസ്ഹിർ വജലീൽ. ഏതെങ്കിലും ഒരു രാത്രി ഞാൻ മക്കയിൽ കഴിച്ചുകൂട്ടും എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്ക് ചുറ്റും ഇസ്ഹറും ജലീലും ഉണ്ടായിരുന്നുവെങ്കിൽ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ചെന്നു. ആ സഹാബാക്കൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അബൂബക്കർ ഇത് പറഞ്ഞു, ആമിർ ബിൻ ഫുഹൈറ ഇത് പറഞ്ഞു, ഹദ്റത്ത് ബിലാൽ ഇത് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി ഇപ്രകാരം ദുആ ചെയ്തു: അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കമാ ഹബബ്ത ഇലൈനൽ മക്കത വഅശദ്ദു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇഹ വഫീ മുദ്ദിഹ വഅൻകൽ വബാഅഹ ഇലാ മാഇഹ. അല്ലാഹുവേ, ഏതുപോലെ നീ മക്കയെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കിയിരുന്നുവോ അപ്രകാരം മദീനയെയും പ്രിയങ്കരമാക്കണമേ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. അല്ലാഹുവെ, ഞങ്ങൾക്ക് അതിന്റെ സാഉം മുദ്ദിലും അനുഗ്രഹം ചൊരിയണമേ. ഇത് അളവുകോലുകളാണ്. മദീനയെ ഞങ്ങൾക്ക് വേണ്ടി ആരോഗ്യപ്രദമായ സ്ഥലമാക്കി മാറ്റണമേ. അതിന്റെ അന്തരീക്ഷത്തെ ഞങ്ങളിൽ നിന്നും ദൂരപ്പെടുത്തണമേ. ഹദ്റത്ത് ആമിർ ബിൻ ഫുഹൈറ ബിഅറെ മഊന സംഭവത്തിലാണ് ഷഹീദായത്. ആളുകൾ ബിഅറെ മഊനയിൽ ഷഹീദാക്കപ്പെട്ടു. ഹദ്റത്ത് ഉമർ ബിൻ ഉമയ്യ സമരി ബന്ധനസ്ഥനായി. ആമിർ ബിൻ തുഫൈൽ വധിക്കപ്പെട്ട ഒരാളെ കുറിച്ച് ചോദിച്ചു, ഇതാരാണ്? ഉമർ ബിൻ ഉമയ്യ പറഞ്ഞു, ഇത് ആമിർ ബിൻ ഫുഹൈറയാണ്. ആമിർ ബിൻ തുഫൈൽ പറഞ്ഞു, ഞാൻ ആമിർ ബിൻ ഫുഹൈറ കൊല്ലപ്പെട്ടതിനു ശേഷം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതായി കണ്ടു. ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലാണ്. പിന്നീട് അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്ത ലഭിച്ചു. അവിടുന്ന് സഹാബാക്കളെ അദ്ദേഹം വധിക്കപ്പെട്ട വിവരം അറിയിച്ചു. പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ ഷഹീദായിരിക്കുന്നു. അദ്ദേഹം ദൈവത്തോട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലയോ ഞങ്ങളുടെ നാഥ, ഞങ്ങളെക്കുറിച്ചുള്ള വിവരം ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്താലും ഞങ്ങൾ നിന്നിൽ സന്തുഷ്ടനായി, നീ ഞങ്ങളിലും സന്തുഷ്ടനായി. അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു. ഇത് ബുഖാരിയിലെ റിവായത്താണ്. ഈ ദൃശ്യം അള്ളാഹു അന്യർക്കും കാണിച്ചു കൊടുത്തു. ഹദ്റത്ത് ആമിർ ബിൻ ഫുഹൈറയെ ആരാണ് ഷഹീദാക്കിയത് എന്നതിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ചില റിവായത്തുകളിൽ ഇദ്ദേഹത്തെ ആമിർ ബിൻ തുഫൈലാണ് ഷഹീദാക്കിയത്. ആ വ്യക്തിയാണ് ഈ കാര്യം റിവായത്ത് ചെയ്തത്. ആമിർ ബിൻ തുഫൈൽ ശത്രുക്കളിൽപ്പെട്ട ആളായിരുന്നു. മറ്റൊരു റിവായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അബ്ദുള്ള ബിൻ സൽമിയാണ് ഷഹീദാക്കിയത് എന്നാണ്. ഏതായിരുന്നാലും ബിഅറെ മൗനയുടെ സമയത്താണ് ഷഹീദായത്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ആമിർ ബിൻ ഫുഹൈറയുടെ ഷഹാദത്തിനെ കുറിച്ച് എഴുതുന്നു, നോക്കുക, ഇസ്ലാം വാളിന്റെ ബലത്തിലല്ല വിജയം കൈവരിച്ചത്, മറിച്ച് ഉന്നതമായ അധ്യാപനങ്ങൾ മുഖേനയാണ് വിജയം നേടിയത്. ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുന്നതും സ്വഭാവങ്ങളിൽ ഉന്നതമായ പരിവർത്തനം കൊണ്ടുവരുന്നതുമായ അധ്യാപനങ്ങൾ. ഒരു സഹാബി പറയുന്നു, ഞാൻ മുസ്ലിമാകാനുള്ള കാരണം ഇതാണ്. പറയുന്നു, ഞാൻ ഒരു സമൂഹത്തിൽ അതിഥിയായിരുന്നു. അവർ വഞ്ചന കാണിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ 70 കാരിമാരെ ഷഹീദാക്കി. അവർ മുസ്ലിങ്ങളെ ആക്രമിച്ചപ്പോൾ കുറച്ചുപേർ ഉയർന്ന മൺകൂനയിൽ കയറി നിന്നു. ചിലർ ഇക്കൂട്ടരെ നേരിട്ടു. ശത്രുക്കൾ ഒരുപാടുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവും അതും ഒരായുധവും ഇല്ലാത്തവർ. അവർ ഓരോന്നായി എല്ലാ മുസ്ലിങ്ങളെയും ഷഹീദാക്കി. അവസാനം ഒരു സഹാബി മാത്രം ബാക്കിയായി. അദ്ദേഹം ഹദ്റത്ത് അബൂബക്കറിന്റെ അടിമയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം ഹിജ്റത്ത് ചെയ്ത ആമിർ ബിൻ ഫുഹൈറയായിരുന്നു. ആളുകൾ ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ പിടിക്കുകയും ഒരാൾ കുന്തം കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കുത്തുകയും ചെയ്തു. കുത്തേറ്റ ഉടനെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വന്ന വാക്ക് ഫുസ്തു ബിറബ്ബിൽ കഅബ, കാബയുടെ നാഥനാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു. ഞാൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഈ വ്യക്തി
തന്റെ കുടുംബവും ഭാര്യ മക്കളും അടുത്തില്ലാത്ത അവസ്ഥയിൽ ഇത്ര വലിയ പ്രയാസത്തിൽ അകപ്പെട്ടു നിൽക്കുന്നു. കുന്തം കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ആക്രമണം നടന്നിരിക്കുന്നു. മരണസമയത്ത് ആ വ്യക്തി പറഞ്ഞത് ഇത് മാത്രമാണ്: കാബയുടെ നാഥനാണ് സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു. ഈ വ്യക്തി ഭ്രാന്തനൊന്നുമല്ലല്ലോ. ഞാൻ ചില ആളുകളോട് ചോദിച്ചു, ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഈ വാചകം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. ഈ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഭ്രാന്തന്മാരാണ്. ഇക്കൂട്ടർ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടുമ്പോൾ ഇവർ മനസ്സിലാക്കുന്നത് ദൈവം ഇവരിൽ തൃപ്തനായി എന്നും വിജയം കൈവരിച്ചുവെന്നുമാണ്. ഇദ്ദേഹം പറയുന്നു, ഇത് കേട്ടപ്പോൾ എന്റെ പ്രകൃതത്തിൽ വലിയ സ്വാധീനമുണ്ടായി. അവരുടെ കേന്ദ്രം ഞാൻ സന്ദർശിക്കുമെന്നും മതത്തെക്കുറിച്ച് പഠിക്കുമെന്നും തീരുമാനിച്ചു. തുടർന്ന് ഞാൻ മദീനയിൽ വരികയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. സഹാബാക്കൾ പറയുന്നു, ഒരു വ്യക്തിയുടെ നെഞ്ചിൽ കുന്തം കൊണ്ട് ആക്രമിക്കുന്നു. നാട്ടിൽ നിന്നും ദീർഘദൂരം അകലെ, ബന്ധുമിത്രാദികൾ ആരും തന്നെ കൂടെയില്ല. ആ വ്യക്തിയുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ ഫുസ്തു ബിറബ്ബിൽ കഅബ എന്നാണ്. ഈ വ്യക്തി മുസ്ലിമായതിനു ശേഷം ഈ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഫുസ്തു ബിറബ്ബിൽ കഅബ എന്ന വാചകത്തിലെത്തുമ്പോൾ സംഭവത്തിന്റെ ഭയാനകമായ അവസ്ഥ കാരണം അദ്ദേഹത്തിന്റെ ശരീരം വിറകൊള്ളുമായിരുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുമായിരുന്നു. മുസ്ലിമോദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇസ്ലാം അതിന്റെ സവിശേഷതകൾ കൊണ്ടാണ് വ്യാപിച്ചത്, ബലാത്കാരം കൊണ്ടല്ല. ഹസ്രത്ത് ആമിർ ബിൻ ഫുഹൈറയുടെ ഷഹാദത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വന്ന വാക്കുകൾ ഫുസ്തു ബി റബ്ബിൽ കഅബ എന്നും ഫുസ്തു വല്ല എന്നും രണ്ട് രീതിയിലുള്ള വാക്കുകൾ റിവായത്തുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഈ വാക്കുകൾ മറ്റുള്ള സഹാബാക്കളുടെ നാവിൽ നിന്നും വന്നതായിട്ടുള്ള വിവരണമുണ്ട്. ഇതിനെക്കുറിച്ച് മുസ്ലിമോദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, യുദ്ധത്തിൽ ഷഹീദാവുക എന്നത് അവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാണ് എന്ന നിലയിലായിരുന്നു സഹാബാക്കൾ യുദ്ധത്തിനായി പോയിരുന്നത്. യുദ്ധത്തിൽ വല്ല ദുഃഖവും ഉണ്ടായാൽ അവർ അതിൽ ദുഃഖിക്കുകയല്ല, സന്തോഷിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സഹാബാക്കളുടെ ഈ രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ ചരിത്രത്തിൽ നിന്നും ലഭിക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നതിലായിരുന്നു അവരുടെ തൃപ്തി. ഉദാഹരണമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യ അറേബ്യയിലേക്ക് തബ്ലീഗിന് വേണ്ടി ചില ഹാഫിളുമാരെ അയക്കുകയുണ്ടായി. അതിൽ ഹറം ബിൻ മിൽഹാൻ ഇസ്ലാമിന്റെ സന്ദേശവുമായി അമിർ ഗോത്രത്തിന്റെ നേതാവ് ആമിർ ബിൻ തുഫേലിന്റെ അടുത്തെത്തി. ബാക്കി സഹാബാക്കൾ പിറകിൽ നിന്നു. ആമിർ ബിൻ തുഫേലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും തുടക്കത്തിൽ പ്രശ്നമുണ്ടാക്കിയെങ്കിലും പിന്നീട് നിശബ്ദരായി ഇരുന്നപ്പോൾ തബ്ലീഗ് ആരംഭിച്ചു. അതിൽ ചില കുഴപ്പക്കാർ സൂചന നൽകിയപ്പോൾ ഒരു നീചനായ വ്യക്തി പിറകിൽ നിന്നും കുന്തം കൊണ്ട് കുത്തി. കുത്ത് ഏറ്റ ഉടനെ താഴെ വീഴുകയും ചെയ്തു. അപ്പോൾ നാവിൽ നിന്നും വന്ന വാചകം അല്ലാഹു അക്ബർ ഫുസ്തു ബിറബ്ബിൽ കഅബ, കാബയുടെ നാഥനാണ് സത്യം, ഞാൻ മോക്ഷം പ്രാപിച്ചു. പിന്നീട് ഈ കുഴപ്പക്കാർ ബാക്കി സഹാബാക്കളെ വളയുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ആ സമയം ഹസ്രത്ത് അബൂബക്കർ സ്വതന്ത്രനാക്കിയ അടിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കൊപ്പം ഹിജ്റത്ത് ചെയ്ത ഹസ്രത്ത് ആമിർ ബിൻ ഫുഹൈർ, അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെടുന്നു, അദ്ദേഹത്തെ വധിച്ച വ്യക്തി, ആ വ്യക്തി പിന്നീട് മുസ്ലിമായി. താൻ മുസ്ലിമാകാനുള്ള കാരണം പറയുന്നത് ഇതാണ്: ഞാൻ ആമിർ ബിൻ ഫുഹൈറയെ ഷഹീദാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും വന്ന വാചകം ഫുസ്തുവല്ല, അള്ളാഹുവാണ് സത്യം, ഞാൻ എന്റെ ലക്ഷ്യം പ്രാപിച്ചിരിക്കുന്നു എന്നതായിരുന്നു. ഈ സംഭവങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് സഹാബാക്കൾക്ക് മരണം ദുഃഖത്തിന് പകരം സന്തോഷത്തിന് കാരണമായിരുന്നു എന്നാണ്. അക്കൂട്ടർ വളരെ സൗഭാഗ്യമുള്ളവരായിരുന്നു, പ്രത്യേകിച്ചും ആമിർ ബിൻ ഫുഹൈറ. അദ്ദേഹത്തിന് ഹസ്രത്ത് അബൂബക്കറിന് സേവനം ചെയ്യാനുള്ള തൗഫീഖ് ലഭിച്ചു. തിരുനബിയെ സേവിക്കാൻ സാധിച്ചു. അദ്ദേഹത്തോടൊപ്പം ഹിജ്റത്ത് ചെയ്യാൻ സാധിച്ചു. സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഭക്ഷണത്തിന് സൗകര്യമൊരുക്കുക. ആ സമയം ഭക്ഷണം ആടിന്റെ പാലായിരുന്നു. അത് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം നിയോഗിതനായി. തുടർച്ചയായി 3 ദിവസം ആടിനെ അവിടെ കൊണ്ടുപോവുകയും പാലെത്തിച്ചു കൊടുക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നിർദ്ദേശമനുസരിച്ച് സുറാഖാക്ക് സമാധാന ഉടമ്പടി എഴുതി നൽകി. പിന്നീട് ഇദ്ദേഹത്തിന്റെ ദുആ മുഖേന ഇദ്ദേഹത്തിന്റെ ഷഹാദത്തിന്റെ വിവരം ദൂരെ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ചു. ഇദ്ദേഹം സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു.
എല്ലാ സമയത്തും സ്നേഹം കാണിച്ചു. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.